എൻ്റെ ടീമിലേക്ക് ആഗ്രഹമുണ്ട്. ഞാനും ഷാനും കൂടി ഇപ്പോൾ ഓൾറെഡി സംസാരിച്ചോളൂ. ചേട്ടൻ എന്തായാലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരിക്കൽ ഒരു പാട്ട് ഉറപ്പായിട്ട് 100% ചേട്ടൻ സിനിമയിൽ പാടിയിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോക്കിഷ് നമ്പർ കമ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആന്ധ്രയിലുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള റൂറൽ സിംഗേഴ്സിൻ്റെ അടുത്ത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ചേട്ടനെ പോലുള്ള സിംഗേഴ്സ് വരുന്നതോടുകൂടി ആ ഒരു മലയാളികളുടെ ആ ഒരു കുറവ് മാറി. എന്താണ് പാപ്പൻസ് ഹൗസിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്? പാപ്പൻസ് ഹൗസിൽ ഒരു സീറ്റ് ബാക്കിയുണ്ട്. ഒരു സീറ്റ് ഉണ്ട്, ഒരു സിൽവർ സീറ്റ്. എനിക്കും ഒരു സീറ്റ് ഉള്ളൂ. പക്ഷേ സുജൂസ് ബത്ലഹേമില് 2 സീറ്റ്, അങ്ങനെ ഒരു ഗോൾഡനും ഒരു സിൽവറും. ഇത് ചേച്ചിക്ക് വിട്ടതാ. ചേച്ചി പറഞ്ഞ ചേച്ചി പറയുന്നത് നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പാസ് ചെയ്യും. ചേച്ചി ഷാനിക്ക പാപ്പൻസ് ഹൗസിൽ നിന്ന് പാസ് ചെയ്ത് സുജൂസ് ബത്ലഹേമിലേക്ക് എത്തി. ഞാൻ അങ്ങോട്ട് പോവാണ്. സ്റ്റീൽ അടിക്കരുത്. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ കൈ പിടിച്ചു വെച്ചോ. അതല്ല നീ അല്ല, അത് ഒരു അലങ്കാരമായിട്ട് അവിടെ നിന്നോട്ടെ. എങ്ങാനും തോന്നിയാലോ. ഗോപി പ്ലീസ് കുറച്ചുകൂടെ അടുത്ത് വെച്ചോ ചേട്ടാ, മടിയിൽ വെച്ചോ. നല്ല കൈഡി കൊടുക്കാം. 5-6 രൂപയ്ക്ക് മണിമാലെ ഉൻ കഴുത്തുക്ക് പൊറുത്തമടി. അമ്മൂറ് മീനാക്ഷി பார்த்தாலும் അത് കണ്ണുക്ക് വരുത്തമടി. അമ്മൂറ് മീനാക്ഷി തുമ്പൂർജി സുജൂസ് ബത്ലഹേമിലേക്ക് വലതുകാല് വെച്ച് ഗൃഹപ്രവേശം ചെയ്യാൻ പോവാണ്. ആ ബത്ലഹേമിലെ സിംഹം കണ്ണാങ്കി എടുത്ത് എൻ കയ്യാലെ കട്ടി വിടുവാ. അവ പെത്ത് സ്വത്ത് അടിറക്കമ്മ സ്വത്തോട് മുത്ത് തരുവാ.